PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, ദെൻ 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. ഈ 6 ക്ലാസ്സുകളിൽ 2 ക്ലാസ് ലൈവും 4 ക്ലാസ് റെക്കോർഡഡും ആണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള 2 ക്ലാസ്സുകളാണ് ലൈവ്. രാത്രി 8 മണിക്കും രാത്രി 10:30ക്കുള്ള ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ. അതിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സുമാണ് ലൈവായിട്ട് ചെയ്യുന്നത്. ബാക്കി 4 നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതിൽ നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ നമ്മുടെ കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം, SCRT, NCRT അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ ക്ലാസ്സുകൾ കണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കാണാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ് തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് കണ്ടുവരിക. ചെറിയ ക്ലാസ്സുകളാണ് കേട്ടോ, അധികം സമയമൊന്നും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുവന്നതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ സമയത്ത് അതായിരിക്കണം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസവും ഇതുപോലെ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിവിഷനും PYQ ഡിസ്കഷനും എക്സാമും എല്ലാം കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നോക്കുന്നത് കേരളത്തിലെ കായലുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ കായലുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ തന്നെ കായലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്, കായലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ലിംനോളജി. കായലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ലിംനോളജി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ നദികളെ പറ്റി പറഞ്ഞു നദികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പോട്ടമോളജി എന്ന് പറഞ്ഞു. അതുപോലെ കായലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ലിംനോളജി. അതുപോലെ കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. കേരളം അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? കായലുകളുടെ നാട്, കായലുകളുടെ നാട്, അതുപോലെ ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളമാണ്. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? കേരളമാണ്. അതുപോലെ കേരളത്തിൽ ആകെ എത്ര കായലുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആകെ എത്ര കായലുകളാണ് ഉള്ളത്? 34 കായലുകളാണ് മൊത്തം കേരളത്തിലുള്ളത്. അതിൽ 27 കായലുകൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. 34 കായലാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ടവയാണ്. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് 27 എണ്ണം. ബാക്കിയുള്ള 7 കായലുകൾ ഉൾനാടൻ ജലാശയങ്ങളാണ്. ഓക്കെ, ഉൾനാടൻ ജലാശയങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കായലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ലിംനോളജി. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ആകെ എത്ര കായലുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 34 കായലുകളാണ് ഉള്ളത്. അതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയും അതുപോലെ ബാക്കിയുള്ള 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ്. അപ്പോൾ ഇത്രയാണ് കായലുകളെ കുറിച്ചുള്ള ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇനി നമുക്ക് ഓരോ കായലുകളായിട്ട് പഠിക്കാം. കേരളത്തിലെ കായലുകളെ കുറിച്ചുള്ളത് 34 കായലുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കായലുകളുണ്ട്. വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ ബാക്കിയുള്ള കായലുകൾ ഏത് ജില്ലയിലാണ് എന്നും കൂടെ പഠിച്ചാൽ കായലുകളുടെ ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാതും കൂടിയിട്ട് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ലോങ് ആയിട്ട് അരമണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ആകുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ചിലവരൊക്കെ. അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതിന് ഓരോ പാർട്ടായിട്ട് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വേമ്പനാട്ട് കായലിനെ കുറിച്ചിട്ടാണ്. വേമ്പനാട്ട് കായലിനെ കുറിച്ച് നമുക്ക് നോക്കാം. വേമ്പനാട്ട് കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ.
ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ തണ്ണീർത്തടം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായൽ തന്നെയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, അതുപോലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായൽ തന്നെയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായൽ തന്നെയാണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ കായലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലല്ല, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് എന്ത്? വേമ്പനാട്ട് കായൽ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ, അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ്, ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായൽ തന്നെയാണ്. എന്താണ് റാംസർ സൈറ്റ്? റാംസർ സൈറ്റ് അല്ലെങ്കിൽ റാംസർ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനും അതിനെ സുസ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ് റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത്. ആ കരാർ ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-നാണ്. 1971 ഫെബ്രുവരി 2-നാണ് റാംസർ കൺവെൻഷൻ കരാർ ഒപ്പുവെച്ചത്. ഈ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ എന്നാണ്? ഫെബ്രുവരി 2-നാണ്. റാംസർ കൺവെൻഷൻ കരാർ ഒപ്പുവെച്ച ഡേറ്റ് ആണ് 1971 ഫെബ്രുവരി 2-നാണ് റാംസർ കൺവെൻഷൻ കരാർ വന്നത്. ആ ഫെബ്രുവരി 2-നാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ്, ഏറ്റവും വലിയ തണ്ണീർത്തടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായൽ തന്നെയാണ്. ഇനി ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ഓക്കെ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ മൂന്ന് ജില്ലകളിലായിട്ടാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. ഈ ഓരോ ജില്ലയിലും ഓരോ പേരിലാണ് വേമ്പനാട്ട് കായൽ ഓരോ ജില്ലയിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന പേരുകളാണ് കൊച്ചി കായൽ, അതുപോലെ തന്നെ വീരൻപുഴ എന്നൊക്കെയാണ് എറണാകുളം ജില്ലയിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത്. ഓക്കെ, വേമ്പനാട്ട് കായലിന്റെ ഭാഗം എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന പേരുകളാണ് കൊച്ചി കായൽ, അതുപോലെ വീരൻപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായൽ എറണാകുളം ജില്ലയിൽ. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ അറിയപ്പെടുന്ന പേരാണ്, ആലപ്പുഴയിൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. എന്താണ്? പുന്നമടക്കായൽ എന്നാണ് ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗം അറിയപ്പെടുന്ന പേര്. ഈ പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പ്രസിദ്ധമായ വള്ളംകളിയായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓക്കെ, പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പുന്നമടക്കായലിൽ വെച്ച് നടക്കുന്ന വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ വേമ്പനാട്ട് കായൽ എന്നുണ്ടാവും, പുന്നമടക്കായൽ എന്നുണ്ടാവും, വേറെ ഏതെങ്കിലും രണ്ട് കായലുകളും തന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗം ആലപ്പുഴയിൽ അറിയുന്ന പേരാണ് പുന്നമടക്കായൽ. ആ പുന്നമടക്കായൽ അപ്പോൾ ആലപ്പുഴയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ, അതായത് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗം ആലപ്പുഴയിൽ അറിയുന്ന പേരാണ് പുന്നമടക്കായൽ. പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഈ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി ആരംഭിച്ചത് 1952-ലാണ്. 1952-ലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. ആരംഭിച്ചിരിക്കുന്ന സമയത്ത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പേര് എന്തായിരുന്നു എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്നായിരുന്നു.
ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്നായിരുന്നു എന്തിൻ്റെ പേര്? നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച സമയത്തുള്ള പേരായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി. അപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി മുൻപ് അറിഞ്ഞ പേര് അങ്ങനെയാണ്. ഓക്കെ, 1952 ആരംഭിച്ച സമയത്തുള്ള പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്നുള്ളതാണ്. ഇനി 1969 മുതലാണ് ഏത് പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്? നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേര് അറിയപ്പെട്ടു തുടങ്ങിയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ 3 ജില്ലകളിലൂടെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതിൽ ഓരോ ജില്ലയിലും അറിയപ്പെടുന്ന പേരുകളാണ് പറഞ്ഞത്. എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന പേരാണ് കൊച്ചി കായൽ, അതുപോലെ തന്നെ വീരൻപുഴ. ഓക്കെ, അതുപോലെ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗം അറിയപ്പെട്ടിരുന്ന പേരാണ് പുന്നമടക്കായൽ. ആ പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിൽ വെച്ചിട്ടാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി ആരംഭിച്ചത് 1952 ആരംഭിക്കുന്ന സമയത്ത് എന്തായിരുന്നു പേര്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്നുള്ളതായിരുന്നു പേര്. ദെൻ അത് 1969 മുതലാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേര് അറിയപ്പെട്ടു തുടങ്ങിയത്. ഇനി ഓർത്തിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തണ്ണീർമുക്കം ബണ്ട്, അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ. തണ്ണീർമുക്കം ബണ്ട്, അതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന്. തണ്ണീർമുക്കം ബണ്ട് എന്ന് വെച്ചാൽ കുട്ടനാടിന്റെ നെൽകൃഷിയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് എന്തെന്ന് പറയുന്നത്? തണ്ണീർമുക്കം ബണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഉപ്പുവെള്ളം കയറാതിരിക്കാൻ, കുട്ടനാടിന്റെ നെൽകൃഷിയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ അല്ലെങ്കിൽ ബണ്ടാണ് എന്തെന്ന് പറയുന്നത്? തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് എന്തെന്ന് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ തണ്ണീർമുക്കം ബണ്ടെന്ന് വെച്ചാൽ ഉപ്പുവെള്ളം കയറുന്നതിനായിട്ട്, കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ടുള്ള ബണ്ടാണ് എന്ന് പറയുന്നത് തണ്ണീർമുക്കം ബണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയെ പറയുന്ന പേരാണ് എന്ത്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് 1974 നിർമ്മിച്ചത്. അത് പ്രവർത്തനം ആരംഭിച്ചത് 1976. ഓക്കെ, വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. അത് നിർമ്മിച്ചത് എപ്പോഴാണ്? 1974 നിർമ്മാണം. 1976 അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇനി തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യം പറയുകയാണെങ്കിൽ 1954 നിർമ്മാണം. ദെൻ 1955 അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ്? 1955 തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായ വർഷം എന്ന് പറഞ്ഞിട്ട് മുന്നത്തെ വർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 1955 പണി പൂർത്തിയാക്കിയത്, ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. ഇനി അതുപോലെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കുമരകം വിനോദസഞ്ചാരം, അതുപോലെ വൈക്കം ക്ഷേത്രം, കൊച്ചി തുറമുഖം. ഓക്കെ ആണല്ലോ. കുമരകം വിനോദസഞ്ചാരം, വൈക്കം ക്ഷേത്രം, കൊച്ചി തുറമുഖം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. ഓക്കെ, ഇനി വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചിട്ടാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ് വേമ്പനാട്ട് കായൽ അറബിക്കടലിൽ ചേരുന്നത്. കുമരകം വിനോദസഞ്ചാരം, വൈക്കം ക്ഷേത്രം, കൊച്ചി തുറമുഖം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. ഇനി വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകൾ, അതിന്റെ കോഡ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പാവ വൈഗവേ. എന്താണ് കോഡ്? പാവ വൈഗവേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദ്വീപുകളുടെ കോഡ്. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളാണ് പാവ വൈഗവേ. കോഡ് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? പാ എന്ന് വെച്ചാൽ പാതിരാമണൽ. ഓക്കെ, പാതിരാമണൽ. വ എന്ന് പറയുമ്പോൾ വല്ലാർപാടം. അതുപോലെ വൈ എന്ന് പറയുന്നത് വൈപ്പിനാണ്, വൈപ്പിൻ. ദെൻ ക എന്ന് പറയുന്നത്
കടമക്കുടി. കടമക്കുടി. വേ എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? പാതിരാമണൽ, വല്ലാർപാടം, വൈപ്പിൻ, കടമക്കുടി, വെല്ലിംഗ്ടൺ എന്നീ ദ്വീപുകളാണ് വേമ്പനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകൾ. അതുപോലെ പെരുമ്പളം ദ്വീപ് കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പെരുമ്പളം ദ്വീപ് കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് രണ്ടെണ്ണം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പാതിരാമണൽ എന്ന് പറയുന്ന ദ്വീപ് ഏറ്റവും വലിയ പ്രകൃതിദത്തമായ ദ്വീപ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? പാതിരാമണലാണ്. ഓക്കെ, ഏറ്റവും വലിയ പ്രകൃതിദത്തമായ ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? പാതിരാമണലാണ്. അതുപോലെ വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപാണ്. കേരളത്തിൽ തന്നെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈപ്പിനാണ്. ഓക്കെ, ജനസാന്ദ്രത കൂടുതലുള്ള ദ്വീപ്, ജനസാന്ദ്രത കൂടിയ ദ്വീപ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈപ്പിനാണ്. അതുപോലെ വെല്ലിംഗ്ടൺ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? വെല്ലിംഗ്ടൺ ആണ്. ഓക്കെ, ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് അല്ലെങ്കിൽ കൃത്രിമ ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? വെല്ലിംഗ്ടൺ ദ്വീപാണ്. ഓക്കെ ആണല്ലോ. പാതിരാമണൽ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രകൃതിദത്തമായ ദ്വീപ്. വൈപ്പിൻ എന്ന് പറയുന്നതാണ് ജനസാന്ദ്രത കൂടിയ ദ്വീപ്. അതുപോലെ വെല്ലിംഗ്ടൺ എന്ന് പറയുന്നതാണ് മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് എന്ന് പറയുന്നത് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപാണ്. അതുപോലെ പാതിരാമണലിനെ കുറിച്ച് ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ കുമരകത്തിൻ്റെയും തണ്ണീർമുക്കത്തിൻ്റെയും മധ്യേ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ, ചെറു ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാതിരാമണലാണ്. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? പാതിരാമണലാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട വേമ്പനാട്ടുകായലിലുള്ള പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്? കോഡ് ഓർത്ത് വെക്കുക. പാവ, വൈഗവ എന്നുള്ളതാണ്. പാതിരാമണൽ, വല്ലാർപാടം, വൈപ്പിൻ, കടമക്കുടി, വെല്ലിംഗ്ടൺ. അതുപോലെ തന്നെ പെരുമ്പളം ദ്വീപ് കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ്. വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികളുടെ കോഡ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അച്ഛൻ പെരിയാറിലെ മീൻ വിൽക്കാൻ മണിയെയും കൂട്ടി പമ്പ വഴി മൂവാറ്റുപുഴയിലേക്ക് പോയി. എന്താണ് നമ്മുടെ കോഡ്? അച്ഛൻ പെരിയാറിലെ മീൻ വിൽക്കാൻ മണിയെയും കൂട്ടി പമ്പ വഴി മൂവാറ്റുപുഴയിലേക്ക് പോയി. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അച്ഛൻ എന്നുള്ളതിൽ നിന്നും അച്ഛൻ കോവിലാർ, അച്ഛൻ കോവിലാർ. പെരിയാറിലെ എന്നുള്ളതിൽ നിന്നും പെരിയാർ. അതുപോലെ മീൻ എന്നുള്ളതിൽ നിന്നും മീനച്ചിൽ. മണിയേയും എന്നുള്ളതിൽ നിന്നും മണിമലയാർ. ദെൻ പമ്പ വഴി അല്ലേ, അപ്പോൾ പമ്പ മൂവാറ്റുപുഴയിലേക്ക് പോയി, മൂവാറ്റുപുഴ. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയുമാണ് വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ. ഏതൊക്കെയാണ്? ഓക്കെ, കോഡ് ഓർത്ത് വയ്ക്കുക. അച്ഛൻ പെരിയാറിലെ മീൻ വിൽക്കാൻ മണിയെയും കൂട്ടി പമ്പ വഴി മൂവാറ്റുപുഴയിലേക്ക് പോയി. കോഡ് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? അച്ഛൻ കോവിലാർ, പെരിയാർ, മീനച്ചിൽ, മണിമലയാർ, പമ്പ, മൂവാറ്റുപുഴ. അപ്പം ഇത്രയും നദികളാണ് വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വേമ്പനാട്ടുകായലിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. വേമ്പനാട്ടുകായൽ ഏതായിരുന്നു? ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം, കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം. അതുപോലെ തന്നെ ആശ്രമം കായൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. അതുപോലെ തന്നെ ആശ്രമം കായൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടിക്കായലാണ്.
ഇനി അഷ്ടമുടി കായൽ കാണപ്പെടുന്ന ആകൃതി എന്ന് ചോദിച്ചാൽ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നീരാളിയുടെ ആകൃതിയിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് എന്ത്? അഷ്ടമുടി കായൽ. അതുപോലെ തന്നെ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? അഷ്ടമുടി കായൽ തന്നെയാണ്. പനയോലയുടെയും അതുപോലെ തന്നെ നീരാളിയുടെയും ആകൃതിയിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? അഷ്ടമുടി കായൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ കല്ലടയാറ് ചെന്ന് പതിക്കുന്ന കായലാണ് എന്ത്? അഷ്ടമുടി കായൽ. കല്ലടയാറ് പതിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അഷ്ടമുടി കായലാണ്. കല്ലടയാറ് ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലാണ്. ഈ കല്ലടയാറും അഷ്ടമുടി കായലും കൂടെ ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ദ്വീപാണ് മൺട്രോ തുരുത്ത്. എന്താണ്? മൺട്രോ തുരുത്ത്. മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കല്ലടയാറ് അഷ്ടമുടി കായലിൽ ചെന്ന് പതിക്കുന്നു എന്ന് പറഞ്ഞു. അത് രണ്ടും കൂടെ ചേരുന്ന ഭാഗത്ത്, കല്ലടയാറും അഷ്ടമുടി കായലും കൂടെ ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ദ്വീപ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മൺട്രോ തുരുത്താണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. കൊല്ലം ജില്ലയിലാണ് എന്ത്? അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്, അതുപോലെ ആശ്രമം കായൽ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? അഷ്ടമുടി കായലാണ്. പനയോലയുടെയും നീരാളിയുടെയും ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. കല്ലടയാറ് ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. കല്ലടയാറും അഷ്ടമുടി കായലും കൂടെ ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ദ്വീപാണ് ഏത്? മൺട്രോ തുരുത്ത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഷ്ടമുടി കായലിലാണ് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് 1988 നടന്ന പെരുമൺ തീവണ്ടി ദുരന്തം. ഓക്കെ, പെരുമൺ തീവണ്ടി അപകടം നടന്നത് എവിടെയായിരുന്നു? അഷ്ടമുടി കായലിൽ വെച്ചിട്ടായിരുന്നു. അഷ്ടമുടി കായലിലാണ് എന്ത് നടന്നത്? 1988 നടന്ന പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടി കായലിലാണ്. ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് ഏത്? അഷ്ടമുടി കായൽ. ഇനി അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ നീണ്ടകര അഴിയാണ്. ഓക്കെ, അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗം അല്ലെങ്കിൽ ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നതാണ് നീണ്ടകര അഴി. ഓക്കെ, അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? നീണ്ടകര അഴിയിൽ വെച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേമ്പനാട്ട് കായൽ അറബിക്കടലിൽ ചേരുന്ന ഭാഗം എവിടെയാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ് വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്നത്. അതുപോലെ തന്നെ അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലമാണ് ഇത്? നീണ്ടകര അഴി. ഈ അഴി എന്ന് പറയുന്നത് എന്താണ്? കായൽ കടലുമായിട്ട് ചേരപ്പെടുന്ന സ്ഥലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അഴി എന്ന് പറയുന്നത്. കായൽ കടലിനോട് ചേരുന്ന ഭാഗമാണ് അഴി എന്ന് പറയുന്നത്. ഇങ്ങനെ കായൽ കടലുമായി ചേരുന്ന ഭാഗത്തുണ്ടാവുന്ന താൽക്കാലികമായിട്ടുള്ള മണൽത്തിട്ടകൾ രൂപപ്പെടാറുണ്ട്. അങ്ങനെ പറയുന്ന മണൽത്തിട്ടയ്ക്ക് പറയുന്ന പേരാണ് പൊഴി. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ കായൽ കടലുമായി ചേരുന്ന ഭാഗം എന്താണ്? അഴി എന്ന് പറയും. കായൽ കടലുമായി ചേരുമ്പോൾ ഉണ്ടാവുന്ന മണൽത്തിട്ടയ്ക്ക് പറയുന്ന പേരാണ് പൊഴി. അപ്പൊ ഇതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ വേമ്പനാട്ട് കായലിൽ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ അഷ്ടമുടി കായലിൽ വെച്ച് നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി. ഓക്കെ, തെറ്റിപ്പോകരുത്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയായിരുന്നു? വേമ്പനാട്ട് കായലിലാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. ഓക്കെ, പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിൽ വെച്ചിട്ടാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ്. അതുപോലെ 1988 നടന്ന പെരുമൺ തീവണ്ടി അപകടം നടന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. കായൽ കടലുമായി ചേരുന്ന ഭാഗം അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് അഴി എന്ന് പറയുന്നത്. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? നീണ്ടകര അഴിയിൽ വെച്ചിട്ടാണ് അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്നത്. കായൽ കടലുമായി ചേരുന്ന ഭാഗം അഴി എന്ന് പറഞ്ഞു. ആ സമയത്ത്, അതായത് കായൽ കടലുമായി ചേരുമ്പോൾ ഉണ്ടാവുന്ന മണൽ തിട്ടയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പൊഴി എന്ന് പറയുന്നത്.
പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അഷ്ടമുടി കായലിൽ വെച്ചിട്ടാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇനി അഷ്ടമുടി കായൽ കഴിഞ്ഞു, അടുത്തത് ശാസ്താംകോട്ട കായലാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിൽ തന്നെയാണ് ശാസ്താംകോട്ട കായലും സ്ഥിതി ചെയ്യുന്നത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്താണ്? ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കായലാണ് എന്ത്? ശാസ്താംകോട്ട കായൽ. അതുപോലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് എന്ത്? ശാസ്താംകോട്ട കായൽ. അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന് പറയുന്ന ലെറ്ററിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. എഫിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് എന്തെന്ന് പറയുന്നത്? ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? ശുദ്ധജല തടാകം, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് എന്ത്? ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, വേമ്പനാട്ട് കായലിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു റാംസർ കൺവെൻഷൻ അല്ലെ? റാംസർ സൈറ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ആണ് എന്തെന്ന് പറഞ്ഞു? വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞു. അപ്പൊ റാംസർ പട്ടികയിൽ ഇടം നേടിയ കായലുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ, നമ്മൾ പറഞ്ഞ അഷ്ടമുടി കായൽ, അതുപോലെ തന്നെ ശാസ്താംകോട്ട കായൽ, ഈ 3 കായലുകളാണ് എന്തെന്ന് പറയുന്നത്? റാംസർ പട്ടികയിൽ ഇടം നേടിയ കായലുകൾ ഏതൊക്കെയാണ്? ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ. ഇവ 3ഉമാണ് എന്ത്? റാംസർ പട്ടികയിൽ ഇടം നേടിയ കായൽ. അതിലെ കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അപ്പോൾ ശാസ്താംകോട്ട കായൽ കഴിഞ്ഞു. 2-3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണെന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് എന്ത്? പൂക്കോട് തടാകം. ഓക്കെ ആണല്ലോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ വയനാടാണ്. വയനാട് ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? പൂക്കോട് തടാകമാണ്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? പൂക്കോട് തടാകം തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ആൻസർ? പൂക്കോട് തടാകം തന്നെയാണ്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ 4 എല്ലാ രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ചോദിച്ചിട്ടുള്ളതാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പൂക്കോട് തടാകം എല്ലാവരും പഠിച്ചിരിക്കുക. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം, വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം കൂടിയാണ് എന്ത്? പൂക്കോട് തടാകം. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കായലുകൾ പഠിച്ചു. ഇനി നമുക്ക് PSCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ ചില കായലുകളുടെ പേര് തന്നിട്ട് അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ വിശേഷണം തന്നിട്ട് അത് ഏത് കായലാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില കായലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കാം. ആദ്യത്തേത് വെള്ളായണി കായൽ. നമ്മൾ ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് ഏത്? വെള്ളായണി കായൽ. ഏറ്റവും തെക്കേ അറ്റത്തെ, കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ്.
അതുപോലെ വേളിക്കായൽ. വേളിക്കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായലാണ് വേളിക്കായൽ. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ കായൽ, നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളുടെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ തെക്കേ അറ്റത്തെ കായലാണ് വേളിക്കായൽ. വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? ഉപ്പളക്കായലാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ. കാസർഗോഡ് ജില്ലയിലാണ്. ഉപ്പളക്കായൽ എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ. അടുത്തത് BM കായൽ. BM കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. BM കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ കായംകുളം കായൽ, കൈതപ്പുഴ കായൽ, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കായംകുളം കായലും കൈതപ്പുഴ കായലും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ ഏനമാക്കൽ, മനക്കൊടി, മൂരിയാട് എന്നീ 3 കായലുകളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഏനമാക്കൽ, മനക്കൊടി, മൂരിയാട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ മേപ്പാടി എന്ന് പറയുന്ന കായൽ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചെമ്പ്ര കൊടുമുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ചെമ്പ്ര കൊടുമുടി. വയനാട് ജില്ലയിലെ ചെമ്പ്ര കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മേപ്പാടി എന്ന് പറയുന്ന കായൽ, വയനാട് ജില്ല. ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മേപ്പാടിയാണ്. മേപ്പാടി കായലാണ് ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് മേപ്പാടി. അടുത്തത് കവ്വായി കായൽ. കവ്വായി കായൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് കവ്വായി കായൽ. അടുത്തത് മാനാഞ്ചിറ കായൽ കോഴിക്കോട് ജില്ലയിലാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മാനാഞ്ചിറ കായലാണ്. മാനാഞ്ചിറ കായലാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത് പറവൂർ കായൽ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അതുപോലെ ആക്കുളം, അഞ്ചുതെങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? വേളിക്കായൽ. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏതൊക്കെയാണ്? ആക്കുളം, അഞ്ചുതെങ്ങ്, അതുപോലെ വേളിക്കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ കാണപ്പെടുന്നത്, തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും അതിർത്തിയിൽ കാണപ്പെടുന്നതാണ് ഇടവ, നടയറ കായലുകൾ. ഇടവ, നടയറ കായലുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? തിരുവനന്തപുരം, കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ കാണപ്പെടുന്നതാണ് ഇടവ, നടയറ കായലുകൾ. അപ്പോൾ ഇത്രയും കായലുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഓരോന്നും നോക്കാം. വെള്ളായണി കായൽ എന്താണ്? ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് തിരുവനന്തപുരം ജില്ല. വേളിക്കായൽ തെക്കേ അറ്റത്തെ കായൽ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ കായലാണ് വേളിക്കായൽ, തിരുവനന്തപുരം ജില്ല. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ, കാസർഗോഡ് ജില്ല. BM കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. കായംകുളം കായലും കൈതപ്പുഴ കായലും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഏനമാക്കൽ, മനക്കൊടി, മൂരിയാട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ മേപ്പാടി സ്ഥിതി ചെയ്യുന്നത് വയനാടിലെ ചെമ്പ്ര കൊടുമുടിയിലാണ്. ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മേപ്പാടിയാണ്. അതുപോലെ കവ്വായി കായൽ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാനാഞ്ചിറ കോഴിക്കോടാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മാനാഞ്ചിറയാണ്. പറവൂർ കായൽ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ആക്കുളം, അഞ്ചുതെങ്ങ്, വേളിക്കായൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലം ജില്ലയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടവ, നടയറ കായലുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ കായലുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.